പ്രിയമുള്ളവരെ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വിജയം നേടി മുൻപോട്ട് പോകുമ്പോൾ, ആ വിജയത്തെ ആസ്വദിക്കുന്ന സമയമെത്തുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് കുത്തുന്നവരുണ്ട്. ദാവീദിനെ ശൗൽ കുത്തുകയാണ്. നന്മയെ ആസ്വദിക്കുവാൻ കഴിയാതെ തടസ്സപ്പെടുത്തുകയാണ്, അപമാനിക്കുകയാണ്. ഉയർന്നു വരുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഇവരെ സൂക്ഷിക്കണം. ഇവയെല്ലാം സംഭവിക്കുന്നതായ സമയത്തും ദാവീദിനെ ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയും, അവൻ മറുത്തൊന്നും പറഞ്ഞിരുന്നില്ല. എവിടെയും ദാവീദ് വായ് തുറന്നുകൊണ്ട് ശൗലിനെതിരെ സംസാരിച്ചതാകട്ടെ, ഭീഷണിപ്പെടുത്തിയതാകട്ടെ, അല്ലെങ്കിൽ മറുതലിച്ച് സംസാരിച്ചതായിട്ട് നമുക്കെവിടെയും കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ബ്രദർ, അനുഗ്രഹിക്കുന്നവൻ ദൈവമാണ്, ഉയർത്തുന്നവനും ദൈവമാണ്. അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ ഈ ദോഷമുണ്ടാകും? ഈ തടസ്സങ്ങൾ എങ്ങനെയുണ്ടാകും? ഈ നിന്ദകളും അപമാനങ്ങളും എതിർപ്പുകളുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകാനിടയാകുന്നത്? ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് കേൾക്കൂ. ജയിക്കുന്നവനെ സംബന്ധിച്ച് ഇവയെല്ലാം തന്നെ ഉണ്ടാകും. മറക്കരുത്, ജയിക്കുന്നവന് തടസ്സങ്ങളും എതിർപ്പുകളും അപമാനങ്ങളും നിന്ദകളും ആപത്തുകളുമൊക്കെ ഉണ്ടാകും. ഇതിനെ നേരിടുവാനുള്ളതായ ധൈര്യം നിനക്കില്ലെങ്കിൽ നീ ജയം നേടുവാൻ പരിശ്രമം നടത്തരുത്. ജയിക്കണം, വിജയം നേടണം, ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം, നിന്റെ വ്യാപാരം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ ദൈവവേലയും സഭയും അനുഗ്രഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേൾക്കുക. വിജയം നേടിയെടുക്കുന്ന ആളുകളുടെ ചുറ്റും ഇവർ ഉണ്ടായിരിക്കും. അവരെ നേരിടാനുള്ള ധൈര്യം നിനക്കുണ്ടാകണം. ദാവീദിന് നേരിടുവാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണമറിയാമോ? ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ നമ്മുടെ നടുവിൽ കടന്നു വരുമ്പോൾ, ഇങ്ങനെയുള്ളതായ വ്യക്തികളെ നമ്മൾ നേരിടണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ബൈബിളിൽ ഒരു വചനമുണ്ട്, നമുക്ക് വായിക്കാം. ദാവീദിനെ ചുവരിനോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗൽ കുന്തം ചാടി. എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോട് കൂടെയിരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. ശൗലിൽ വല്ലാത്തൊരു ഭയമുണ്ടായി. ദാവീദിനെ കാണുമ്പോഴൊക്കെ ഭയമാണ്. എങ്ങനെയാണ് ഈ ഭയമുണ്ടായത്? ദാവീദിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട്. അതാണ് ശത്രുവിൻ്റെ ഭയം, നിനക്കോ അഭയം. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുമാത്രം നഷ്ടപ്പെടുത്തരുത്. അസൂയയുള്ളവനെ നോക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ആത്മീയൻ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളവനായി ഉന്നത സ്ഥാനത്തേക്കെത്തുന്നു. നമ്മളിൽ ആരും തന്നെ അസൂയയെ അനുവദിക്കരുത്. നമ്മുടെ മനസ്സിൽ അസൂയ വരുവാൻ അനുവദിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അസൂയ നമ്മെ ഇല്ലാതാക്കും. അസൂയ നമ്മുടെ അസ്ഥികളെ ദ്രവിപ്പിക്കുന്നതാണെന്ന് പറയുന്നു. അതുകൊണ്ട് ക്രോധത്തിനും അസൂയയ്ക്കും ഇടം കൊടുക്കരുത്. ദാവീദിനെപ്പോലെ അത്ഭുതകരമായൊരു സത്യം നമുക്ക് മനസ്സിലാക്കാം. എന്തെന്നറിയാമോ? ദാവീദ് തന്റെ നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ നാവിനെ കാത്ത് പരിപാലിച്ചു. നമ്മുടെ നാവിനെ സാധാരണമായി നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അല്ല, നമ്മെ എതിർക്കുന്നതായ ആളുകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇത് സമ്മതിക്കുന്നോ ഇല്ലയോ? നമ്മെക്കുറിച്ച് അഭിമാനിക്കുന്ന ആളുകൾ, നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കുമ്പോൾ നാവിനെ അത്രത്തോളം സൂക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മെ എതിർക്കുന്ന ആളുകൾ, നമ്മെ വിമർശിക്കുന്നവർ, നമ്മെ വെറുക്കുന്നതായ ആളുകൾ, നമുക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നതായ ആളുകൾ, നമ്മോട് തർക്കിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം അവർ ദോഷം ചെയ്യുന്ന ആളുകളാണ്. അവരുമായി നീ തർക്കിക്കാൻ ചെന്നാൽ നിന്റെ ജീവിതം ദുഷ്കരമായിട്ട് മാറും. വരൂ, ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ ഉയർന്നു വരാൻ പോകുകയാണ്. നീ എന്നെ ഉയർത്താൻ പോകുന്നല്ലോ. എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാനുള്ളതായ കൃപ എനിക്ക് നൽകണമേ. അതുപോലെ വിജയം നേടിയെടുക്കുമ്പോൾ പിശാച് കൊണ്ടുവരുന്നതായ തന്ത്രങ്ങളെയും കെണികളെയും ഗ്രഹിക്കുവാനുള്ളതായ കൃപ എനിക്ക് തരണമേ. കർത്താവ്, നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എത്ര വലിയ ശത്രുവിനെയും എനിക്ക് ജയിക്കുവാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. വരൂ, എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ മുഴങ്കാൽ മടക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ പിതാവേ, വളരെ വ്യക്തമായിട്ട് ലളിതമായി അനേക കാര്യങ്ങൾ ഞങ്ങളോട് ഈ സമയത്ത് നീ പങ്കുവയ്ക്കുവാൻ ഇടയായല്ലോ. ഉയർന്നു വരുന്നവരിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
അങ്ങനെ ഉയർന്നു വരുന്നവരുടെ മുൻപിൽ വരുന്നതായ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ആപത്തുകൾ എന്തൊക്കെയാണ്? തടസ്സങ്ങൾ എന്തൊക്കെയാണ്? വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ നാവിനെ എത്രത്തോളം സൂക്ഷിക്കണമെന്നും അനാവശ്യമായിട്ടുള്ളതായ വാഗ്വാദങ്ങൾക്കും ആർഗ്യുമെന്റുകൾക്കും അനാവശ്യമായ ദോഷകരമായ സംസാരങ്ങൾക്കുമൊന്നും ഇടം കൊടുക്കാതെ ഓരോ വാക്കുകളും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാനുള്ള മനസ്സും ആത്മീയതയും ഞങ്ങൾക്ക് നൽകണമേ. ദാവീദ് എങ്ങനെയാണോ നല്ല ഒരു വാക്ചാതുര്യമുള്ളവനായത്, അതുപോലെ തന്നെ ഞങ്ങളും വാക്ചാതുര്യമുള്ളവരായിട്ട് നല്ലത് മാത്രം സംസാരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം എല്ലാവരുടെയും ഹൃദയത്തെ ഗ്രഹിപ്പിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.